നമസ്കാരം. ദീപം തെളിയിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിലേതുപോലെ രോമങ്ങൾ കാണപ്പെടുന്ന ലോകത്തിലെ തന്നെ അത്യപൂർവ ശിവലിംഗമുള്ള ക്ഷേത്രമെന്നും ശ്രീമൻ മഹാവിഷ്ണുവിന് പാഞ്ചജന്യം എന്ന വെൺശംഖ് ലഭിച്ച ഇടമെന്നും സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு ശങ്കാരണ്യേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ മയിലാടുതുറൈ പൂമ്പുകാർ വഴിയിൽ തലച്ചങ്കാട് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ, ശങ്കാരണ്യേശ്വരർ, ശംഖുവനനാഥർ, ശംഖുനാഥേശ്വരർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, സൗന്ദര്യനായകി, ബൃഹത്സുന്ദരാംബികെ എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി സോമസ്കന്ദരാണ്. കാവേരി നദിയുടെ തെക്ക് കരയിലുള്ള പ്രശസ്തമായ 276 ശിവക്ഷേത്രങ്ങളിൽ 45ാമത്തേതും പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരംപാടിൽ ഉൾപ്പെട്ടിട്ടുള്ള 274 ശിവക്ഷേത്രങ്ങളിൽ 162ാമത്തേതുമാണ് ശങ്കാരണ്യേശ്വരർ തിരുക്കോവിൽ. 63 നായന്മാരിൽ അപ്പർ സ്വാമികളും തിരുജ്ഞാന സംബന്ധരും ഈ ക്ഷേത്രത്തിലെ മൂലവരെക്കുറിച്ച് പതികം പാടിയിട്ടുണ്ട്. സിറപ്പുലി നായനാർ അവതാര സ്ഥലവും കൂടിയാണ് ഈ പ്രദേശം. പഞ്ചാരണ്യ ക്ഷേത്രങ്ങളിൽ ഇതും ഒന്ന്. പഞ്ചാരണ്യങ്ങൾ ഇവയാണ്: ശ്വേതാരണ്യം തിരുവൻകാട്, വേദാരണ്യം തിരുമറൈക്കാട്, വില്ലുവരണ്യം തിരുസായിക്കാട്, വടാരണ്യം തിരുവാലങ്കാട്, ശങ്കാരണ്യം തലച്ചെങ്കാട്. തലച്ചെങ്കാടിന് തലയൊടിയാർ കോവിൽ 10, തലച്ചെങ്കാനനം, ശംഖുവനം, ശങ്കാരണ്യം എന്നിങ്ങനെ പല പേരുകളുണ്ട്. തലമയായ അതായത് മുഖ്യമായ ശിവാലയമായതിനാലും മഹാവിഷ്ണുവിന് ലോകത്തിലുള്ള എല്ലാ ശംഖുകളെക്കാളും മേന്മയായ പാഞ്ചജന്യം എന്ന ശംഖ് ശിവഭഗവാൻ കൊടുത്ത സ്ഥലമായതിനാലും ശംഖുപുഷ്പങ്ങൾ പൂത്തുലയുന്ന വനമായിരുന്നതിനാലും പൂമ്പുകാർ തുറമുഖമായിരുന്ന കാലഘട്ടത്തിൽ കടലിൽ നിന്നെടുക്കുന്ന ശംഖുകൾ വിൽക്കപ്പെടുന്ന ഇടമായതിനാലും ഈ പ്രദേശത്തിന് തലച്ചെങ്കാട് എന്ന നാമം വന്നിരിക്കാം എന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. തലച്ചെങ്കാട് നാൻമതിയ പെരുമാൾ കോവിൽ എന്ന വൈഷ്ണവരുടെ ദിവ്യദേശം ഈ ക്ഷേത്രത്തിനടുത്തു തന്നെയാണ്. അടുത്തുള്ള മറ്റ് ശിവക്ഷേത്രങ്ങളാണ് പല്ലവനീശ്വരം, തിരുവൻകാട്, ചായാവനം, കീഴെ തിരുക്കാട്ടുപള്ളി, തിരുക്കടിയൂർ മയാനം എന്നിവയെല്ലാം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ശ്രീമൻ മഹാവിഷ്ണു തന്റെ 4 കരങ്ങളിലായി പാഞ്ചജന്യം എന്ന ശംഖും, സുദർശനം എന്ന ചക്രവും, കൗമോദകി എന്ന ഗദയും, നന്ദകം എന്ന വാളും പിടിച്ചിരിക്കുന്നു. തോളിൽ സാരംഗം എന്ന വില്ലും ആയുധമായി ധരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ വാളും വില്ലും മറഞ്ഞിരുന്ന് അരുളുന്ന ആയുധങ്ങളാണ്. ഈ ഓരോ ആയുധങ്ങൾ ഭഗവാന് ലഭിച്ചതിന് പിന്നിൽ ഓരോ പുരാണ കഥയുണ്ട്. ഇതിൽ ശംഖും ചക്രവും ശ്രീപരമേശ്വരനിൽ നിന്നും ലഭിച്ചവയാണ്. ശ്രീമൻ നാരായണൻ സുദർശന ചക്രം ലഭിക്കാൻ ശിവഭഗവാനെ പൂജ ചെയ്ത ക്ഷേത്രമാണ് തിരുവീഴിമിഴലെ. ശംഖിന്റെ ഉദ്ഭവത്തെപ്പറ്റി ഒരു കഥയുണ്ട്. ശ്രീകൃഷ്ണന്റെ മകനായി അവതരിച്ച സുധർമ്മൻ രാധയുടെ ശാപത്താൽ ശംഖുചൂടൻ എന്ന നാമത്തിൽ അസുരകുലത്തിൽ പിറന്നു. ശംഖുചൂടൻ തന്റെ വരബലത്താൽ ദേവന്മാരെ ഉപദ്രവിച്ചു വന്നു. അതിനാൽ ശ്രീ പരമേശ്വരൻ അവനെ ശൂലായുധത്തിനാൽ വധിച്ചു. അവന്റെ എല്ലുകൾ ആഴക്കടലിൽ വീണ് ശംഖുകളായി മാറിയതായി പുരാണങ്ങളിൽ പരാമർശമുണ്ട്. ശംഖിൽ പലവകയുണ്ടെങ്കിലും ഇടംപുരി, വലംപുരി, ത്രിശങ്ക് എന്നിവയാണ് മുഖ്യം. കടലിൽ നിന്ന് അധികം ലഭിക്കുന്ന ഒന്നാണ് ഇടംപുരി ശംഖുകൾ. വൈഷ്ണവ ശൈവ ആലയങ്ങളിൽ നടക്കുന്ന ശംഖുപൂജകൾക്കും സപ്താകർഷണ ശക്തി പൂജകൾക്കും ഇടംപുരി ശംഖുകളാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഒന്നിനു മേലെ ഒന്നായി അടുക്കി വച്ചിരിക്കുന്നത് പോലെയുള്ള ത്രിശങ്കുകൾ ദൃഷ്ടിദോഷത്തിനും വാസ്തുപൂജകൾക്കുമാണ് ഉപയോഗിക്കുന്നത്. രാമേശ്വരം ക്ഷേത്രത്തിൽ ത്രിശങ്കു കൊണ്ടാണ് ഭഗവാന് അഭിഷേകം നടത്തുന്നത്. ഇടത് കൈകൊണ്ട് സൗകര്യമായി പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് വലംപുരി ശംഖുകൾ. ലക്ഷത്തിൽ ഒരു ശംഖാണ് വലംപുരി ശംഖായി പരിണമിക്കുന്നത്. ഈ ശംഖ് കാതോട് അടുപ്പിച്ചാൽ സദാ ഓം ശബ്ദം കേൾക്കും എന്നാണ് പറയുന്നത്. വലംപുരി ശംഖ് വീട്ടിൽ വെച്ച് പൂജിച്ചാൽ അതിസമ്പന്നരാകും. ചൊവ്വാദോഷം ഉള്ളവർ വലംപുരി ശംഖിൽ പാൽ നിറച്ച് 27 ചൊവ്വാഴ്ചകൾ പാർവതീദേവിയെ പ്രാർത്ഥിച്ചാൽ ചൊവ്വാദോഷം മാറും എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ നിലവിലുണ്ട്. വൈഷ്ണവ പുരാണ പ്രകാരം 12 ആഴ്വാർകളിൽ ഒരാളായ പൊയ്കി ആഴ്വാർ ശംഖിന്റെ അംശമായി അവതരിച്ചയാളാണ്. ദോഷങ്ങളിൽ ഏറ്റവും ഉയർന്ന ദോഷമായ ബ്രഹ്മഹത്യാ ദോഷത്തെ പോലും മാറ്റാനുള്ള ശക്തി വലംപുരി ശംഖിന് മാത്രമാണുള്ളത്. കടലിൽ ഉദ്ഭവിക്കാറുള്ള വലംപുരി ശംഖ് 12 വർഷത്തിലൊരിക്കൽ സ്വയംഭൂവായി ക്ഷേത്രകുളത്തിൽ ഉദ്ഭവിക്കുന്ന തിരുക്കഴുക്കുണ്ട്രം ക്ഷേത്രത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. 2024 മാർച്ച് മാസത്തിൽ 12 വർഷത്തിനു ശേഷം വീണ്ടും ശംഖ് ഉദ്ഭവിച്ചു. പുരാണപ്രകാരം ദേവന്മാരും അസുരന്മാരും ചേർന്ന് ക്ഷീരസാഗരം കടഞ്ഞപ്പോൾ അമൃതിനൊപ്പം ഉയർന്നു വന്നതാണ് ശ്രീ മഹാലക്ഷ്മിയും വെൺശംഖും തുളസിയും. മഹാലക്ഷ്മിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ മഹാവിഷ്ണു മഹാലക്ഷ്മിയെ വിവാഹം ചെയ്തതോടൊപ്പം ഈ വെൺനിറത്തിൽ പ്രകാശപൂരിതമായ ദിവ്യമായ വലംപുരി ശംഖ് തന്റെ ഇടതുകരത്തിൽ ധരിക്കാൻ ആഗ്രഹിച്ചു. ശ്രീമൻ നാരായണൻ ഇവിടെ തലച്ചെങ്കാട് ശങ്കാരണ്യേശ്വര ക്ഷേത്രത്തിൽ ശിവഭഗവാനെ പൂജിച്ചാണ് വെൺശംഖ് നേടിയത് എന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെയുള്ള മൂലവർക്ക് ശങ്കാരണ്യേശ്വരർ എന്ന നാമം ലഭിച്ചത്. ശംഖുചൂടനാൽ കടലിൽ ഉദ്ഭവിച്ച ശംഖുകൾ തന്റെ കുലത്തിന്റെ സ്വന്തമാണ് എന്ന് പ്രസ്താവിച്ച് ഈ വെൺശംഖ് കവർന്നുകൊണ്ടുപോയി പാഞ്ചൻ എന്ന അസുരൻ. ശ്രീമൻ മഹാവിഷ്ണു അസുരനോട് പോരിനു പോയി ശംഖ് തിരിച്ചെടുത്തതിനാലാണ് ഈ ദിവ്യമായ വെൺശംഖിന് പാഞ്ചജന്യം എന്ന പേര് വന്നത് എന്നൊരു ഐതിഹ്യവും നിലവിലുണ്ട്. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്ന രാജഗോപുരമില്ലാതെ പ്രവേശന കവാടം മാത്രമുള്ള കിഴക്ക് ദർശനമായ ശങ്കാരണ്യേശ്വരർ കോവിൽ
പൂർവ്വജന്മ വൈരാഗ്യത്താൽ ആനയ്ക്ക് കടക്കാൻ പറ്റാത്ത വിധം 70 മാടക്കോവിലുകൾ നിർമ്മിച്ച കോച്ചൻകൻ ചോഴൻ പുനർനിർമ്മാണം ചെയ്തതായാണ് കണക്കാക്കുന്നത്. പിന്നീട് വിജയനഗര സാമ്രാജ്യ അധിപതികളും ക്ഷേത്രത്തിനായി തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്. 10 ശിലാഫലകങ്ങൾ ചരിത്രകാരന്മാർ ഈ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. 3 പ്രകാരങ്ങളോടെ കാണപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ 2010 മെയ് മാസത്തിലാണ് കുംഭാഭിഷേകം നടന്നത്. വലംപുരി ശംഖാകൃതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തിൽ പ്രവേശന കവാടം കടന്നാൽ കൊടിമരം, കൊടിമര വിനായകർ, ഇടതുഭാഗത്ത് അധികാര നന്ദി, വലതുഭാഗത്ത് മുനീശ്വരൻ വിനായകർ, ബലിപീഠം, നന്ദി ഭഗവാൻ, ശംഖുനിധി, പത്മനിധി. ദ്വാരപാലകർ കാവൽ നിൽക്കുന്ന വിശാലമായ കരുവറയിൽ ശ്രീപരമേശ്വരൻ ഏകദേശം 3 അടി ഉയരത്തിലുള്ള സ്വയംഭൂ ശിവലിംഗമായി കിഴക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. ഇവിടെ ഭഗവാന്റെ നാമം ശങ്കാരണ്യേശ്വരർ. ശിവലിംഗ പീഠം ശംഖിന്റെ ആകൃതിയിലാണ്. ഭഗവാന് എണ്ണയാൽ അഭിഷേകം നടക്കുമ്പോൾ ദീപത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യ ശരീരത്തിലേതുപോലെയുള്ള രോമങ്ങൾ കാണാം. മറ്റെവിടെയും കാണാത്ത ഈ ശിവലിംഗ തിരുമേനി കാണുമ്പോൾ ഭക്തന്മാരുടെ മനസ്സിലും ശരീരത്തിലും കോരിത്തെരിപ്പാണ് ഉണ്ടാവുക. ഈ അത്യപൂർവ ശിവലിംഗത്തിന് രോമാഞ്ചനലിംഗം എന്നാണ് പേര്. ഈ ശിവലിംഗം ദർശിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിൽ ആഗ്രഹിച്ചത് നേടാനാവും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ അമ്പാൾ പ്രത്യേകം സന്നിധിയിൽ പുഞ്ചിരി വിടരുന്ന അതരങ്ങളോടെ കരുണാമയിയായി 4 കരങ്ങളോടെ തെക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. വിവാഹിതകൾ ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ശംഖുതീർത്ഥത്തിൽ പൗർണമി ദിവസം നീരാടി മൂലവർക്ക് നേദീപം കൊളുത്തി ദേവിക്ക് ചാർത്തിയ ചന്ദനക്കാപ്പിൽ ഒരു നുള്ള് തീർത്ഥത്തിൽ കലർന്നു കുടിച്ച് വ്രതമിരുന്നാൽ സന്താന ഭാഗ്യം ലഭിക്കും എന്നാണ് വിശ്വാസം. ഈ ചന്ദനം വയറിൽ പൂശിയാൽ വയറുവേദന മാറും. ചർമ്മരോഗങ്ങൾ മാറാനും ഈ മരുന്ന് ഉത്തമം. സന്താനഭാഗ്യം ലഭിച്ച ഭക്തർ ദേവിക്ക് ചന്ദനക്കാപ്പ് ചാർത്തി തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുന്നു. തലച്ചങ്കാട് ശങ്കാരണ്യേശ്വര ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ വിനായകർ, ഭൂദേവി ശ്രീദേവി സമേത ശ്രീനിവാസ പെരുമാൾ, വള്ളിദേവിയാനി സമേത ശിങ്കാര സുബ്രഹ്മണ്യർ, ഗജലക്ഷ്മി, ജ്യേഷ്ഠാദേവി, ചണ്ഡികേശ്വരർ, ഭുവനേശ്വരി, ശ്രീലിംഗം, ഭൈരവർ, ചന്ദ്രൻ, പ്രദോഷനായകർ, നായകി, നടരാജർ, നാൽവർ, അഖിലാണ്ടേശ്വരർ, ശ്രീരാമൻ സീത, വലംപുരി വിനായകർ, ധനാകർഷണ വായുലിംഗേശ്വരർ, നീലകണ്ഠേശ്വരർ, നർത്തന വിനായകർ, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, ബ്രഹ്മാവ്, ദുർഗ, മഹിഷാസുരമർദ്ദിനി എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം പുരുഷമരം. ക്ഷേത്രതീർത്ഥം ശംഖുതീർത്ഥം, കാവേരി നദി. ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, പൗർണമി, കന്ദഷഷ്ടി, ലക്ഷാർച്ചന, തൃക്കാർത്തിക, ശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 8 മണി മുതൽ 10 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 7:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മയിലാടുതുറയിൽ നിന്ന് 18 കിലോമീറ്റർ, സീർഗാഴിയിൽ നിന്ന് 16 കിലോമീറ്റർ, ആക്കൂരിൽ നിന്ന് 5 കിലോമീറ്റർ, തിരുക്കടയൂരിൽ നിന്ന് 8 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സീർഗാഴി, മയിലാടുതുറ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.